നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിലെ 4ാമത്തെ മത്സരം ഇത് അഫ്ഗാനിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലാണ്. ചെന്നൈയിലാണ് കളി നടക്കുന്നത്. മികച്ചൊരു പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്ന കളിയാണ്. പക്ഷേ ന്യൂസിലാൻഡിനെ പരിക്ക് വല്ലാതെ വലക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ആവട്ടെ കുറച്ചുകൂടി ഫുൾ സ്ട്രെങ്ത് ടീമും കൊണ്ടാണ് വരുന്നത്. ന്യൂസിലാൻഡിൻ്റെ അവസാനത്തെ 5 മത്സരങ്ങൾ അത് ഇന്ത്യക്കെതിരെ ആയിരുന്നല്ലോ. ഇന്ത്യയിലാണല്ലോ അവർ ആ ഒരു പരമ്പര കളിച്ചത്. 4 തോറ്റു, ഒറ്റ വിജയം. അതേസമയം അഫ്ഗാനിസ്ഥാൻ അവസാന 5 കളികളും വിജയിച്ചാണ് വരുന്നത്. അവസാന 5 കളിയിൽ 4 വിജയം, 1 തോൽവി. അങ്ങനെയാണ്. അതാണ് അവരുടെ ഫോം ഗൈഡ്. അതിലും ടീം ന്യൂസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് പരിക്കും അസുഖവും ഒക്കെ അവർ ബാധിക്കുന്നുണ്ട്. രജിൻ രവീന്ദ്രയും ഡെവൻ കോൺവോയും രണ്ടുപേർക്കും അസുഖം പിടിപെട്ടു. ടീമിന് തിരിച്ചടിയാണ്. അലനാണെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി, ഇന്ത്യക്കെതിരെയുള്ള ഷോൾഡർ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. ഓൾറൗണ്ടർ മൈക്കിൾ ബ്രേസ്വെല്ലും ഫാസ്റ്റ് ബോളർ ലോക്കി ഫെർഗൂസനും കാഫ് ഇഷ്യൂവായിട്ട് ബുദ്ധിമുട്ടുകയാണ്. സോ തീർച്ചയായിട്ടും അവർക്ക് പറ്റാവുന്നത്ര ബെസ്റ്റ് ടീമിനെ ഇറക്കാൻ പറ്റും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു നിയർ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് കളിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രവീന്ദ്ര ഈ മത്സരം കളിക്കാനുള്ള സാധ്യതയില്ല. മറ്റുള്ളവർ ഇറങ്ങിയേക്കും. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബിൾ 11 ഫിൻ അലൻ, ടിം സിഫേർട്ട്, രവീന്ദ്ര കളിക്കുന്നില്ലെങ്കിൽ പിന്നെ ഡെവൻ കോൺവോയി. രവീന്ദ്ര കളിക്കാനുള്ള സാധ്യത കുറവാണ്. ഗ്ലെൻ ഫിലിപ്സ്, ഡാരിൽ മിച്ചൽ, മാർക്ക് ചാപ്മാൻ, മൈക്കിൾ ബ്രേസ്വെല്ല്, മിച്ചൽ സാന്നർ, ലോക്കി ഫെർഗൂസൻ, മാറ്റ് ഹെൻറി, ഇഷ് സോദി, ഇങ്ങനെ ഒരു ടീമും കൊണ്ട് അവർ ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമയം ന്യൂസിലാൻഡിനെ പോലെയല്ല അഫ്ഗാൻ്റെ കാര്യം. അവർ ഫുൾ സ്ട്രെങ്ത് ലൈനപ്പ് കൊണ്ട് തന്നെ ഇറങ്ങാനാണ് സാധ്യത. പിന്നെ ചെന്നൈയിലാണ് കളി. അപ്പോൾ സ്പിൻ ഹെവി അറ്റാക്കും കൊണ്ട് തന്നെ അവർ ഇറങ്ങും. അഫ്ഗാൻ്റെ ഒരു 11 നോക്കുകയാണെങ്കിൽ റഹ്മാനുള്ള ഗുർബാസി, ഇബ്രാഹിം സദ്രന്, സെദിഖുൽ അത്തൽ, ഡാർവിഷ് റസൂലി, മുഹമ്മദ് നബി, ഗുൽബദീൻ നെയ്ബ്, ആസ്മത്തുൽ ഒമർസായി, റാഷിദ് ഖാൻ, മുജീബുർ റഹ്മാൻ, ഫസലക് ഫറൂഖി, നൂർ അഹമ്മദ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അഫ്ഗാൻ്റെ ഒരു 11. പിന്നെ ചെന്നൈയിലാണ് കളി. സ്പിന്നിന് വലിയ പ്രാധാന്യവും പ്രത്യേകതയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മികച്ചൊരു പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ.